CH പ്രതിഭാകൃഷിന് വേണ്ടി ഒരു ചോദ്യം കൂടി നിഷാനോട്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം കേരളത്തിലാണ്. എവിടെയാണ്? നിലമ്പൂർ തേക്ക് മ്യൂസിയം ഏറ്റവും പ്രധാനപ്പെട്ട തേക്ക് മ്യൂസിയങ്ങളിൽ ഒന്നാണ്. അതിന് മറ്റൊരു നിലമ്പൂർ തേക്കിന് എന്തെങ്കിലും ഒരു സവിശേഷത നിബിക്ക് പറയാനുണ്ടോ? നിലമ്പൂർ തേക്കിന് GI ടാഗ് ലഭിച്ച ആദ്യത്തെ വനോൽപ്പന്നം. അതെ, GI ടാഗ് ലഭിച്ച ആദ്യത്തെ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം ചോദിച്ചാൽ നിലമ്പൂർ എന്നുള്ള സ്ഥലപ്പേര് എഴുതിയാൽ പോരാ, സ്പെസിഫിക് ആയിട്ട് കനോലി പ്ലോട്ട് ആണ്. ഏതാ? കനോലി പ്ലോട്ട്. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിനുള്ളിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. നമ്മളവിടെ പോയി നിന്ന് ആ നദിയുടെ തീരത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഏതാണ് ആ നദി? കുതിരപ്പുഴ ആ ഭാഗത്തുണ്ടല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. യെസ്. ഏതാണ്? നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലൂടെ ഒഴുകുന്നത് ഏതാ? ചാലിയാറാണ്. കറക്റ്റ് ആണ്, ചാലിയാർ കേട്ടോ. നിബി, കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പറയോ? കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം നിലമ്പൂരാണോ? നിലമ്പൂരല്ല, വയനാട് ജില്ലയിലാണ്. അമ്പലവയൽ. ഏതാ? അമ്പലവയലിലാണ് ഇഞ്ചി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിഷാനോട് അടുത്ത ചോദ്യം. അഞ്ചരക്കണ്ടം പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലൊരു ദ്വീപുണ്ട്. ഏതാണ് ആ ദ്വീപ്? അഞ്ചരക്കണ്ടി പുഴയിൽ. ഒരു ക്ലൂ തരാം. വെല്ലിംഗ്ടൺ, ഒന്നാമത് വെല്ലിംഗ്ടൺ ഐലൻഡ് ഒരു നദിയിലാണോ? അഞ്ചരക്കണ്ടി പുഴ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇലക്ഷനിൽ ജയിച്ചിരിക്കുന്ന മണ്ഡലം ഏതാ? ആദ്യത്തെ ജല ബജറ്റ് അവതരിപ്പിച്ചതും അവിടെയാണ്. പിണറായി വിജയന്റെ മണ്ഡലം ഏതാ? ധർമ്മടം. യെസ്, ധർമ്മടം. ഞാനാണെങ്കിൽ ടക്കടക്കടാന്ന് മ്യൂസിയം വെക്കിട്ട് നിഷാന്റെ മുഖം ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോയായിരുന്നു. ഉത്തരം ഏതാ? ധർമ്മടം. ഏത് പുഴയിലാ? അഞ്ചരക്കണ്ടി പുഴ, കണ്ണൂർ ജില്ല.